നമസ്കാരം, തേടേ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ സഹോദരി രഞ്ജിതയെ സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ച പവിക്കെതിരെ ഇപ്പോൾ റവന്യൂ വകുപ്പ് അധികൃതർ നടപടിയെടുത്തിരിക്കുകയാണ്. ഇയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ചെയ്തു പോയ അപരാധത്തിൽ ഇത്ര ശിക്ഷ മതിയോ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. പ്രധാനമായും ഒരു സ്ത്രീയെ ഇത്തരത്തിൽ സമൂഹ മാധ്യമത്തിൽ അധിക്ഷേപിക്കുക, അതും മരണപ്പെട്ട ഒരു സ്ത്രീയാണ്. മാത്രമല്ല അവരുടെ ജാതി ചേർത്തുകൊണ്ട് ആ ജാതിയിലെ സ്ത്രീകളെല്ലാം തന്നെ ഇത്തരത്തിലാണ് എന്ന് അധിക്ഷേപിക്കുക ഗുരുതരമായ തെറ്റ് തന്നെയാണ് ഇയാളുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. അതുകൊണ്ട് സസ്പെൻഷനിൽ പോരാ, ഇയാളെ സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിടണം എന്ന തരത്തിലാണ് ഇപ്പോൾ ആവശ്യം ഉയരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി അറിയിക്കുന്നുണ്ട്. മാത്രമല്ല പരാതികളും ഔദ്യോഗികമായി പരാതികളും നൽകാൻ പലരും മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. അതേസമയം ഇയാൾ നേരത്തെ തന്നെ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ കമൻറ്റുകൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ഇട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമൻറ്റ് നമുക്കറിയാം, ADM നവീൻ ബാബുവിൻ്റെ മരണം നമ്മളേറെ ചർച്ച ചെയ്തതാണ്. കണ്ണൂരിലെ ജില്ലാ പഞ്ചായത്ത് CPM ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യയുമായി ബന്ധപ്പെട്ട ദിവ്യയുടെ പീഡനത്തെ തുടർന്നാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് എന്ന തരത്തിലായിരുന്നു പരാതികൾ ഉയർന്നത്. അതിൻ്റെ കേസും മറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും തുടരുകയാണ്. അന്ന് ദിവ്യയ്ക്ക് ജാമ്യം നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് ഇയാൾ ഇട്ട ഒരു കമന്റാണ് ഇത്. ദിവ്യയ്ക്ക് ജാമ്യം നിഷേധിച്ച നടപടി തീർത്തും തെറ്റാണ്. നവീൻ ബാബു കൈക്കൂലി വാങ്ങിച്ചു എന്നതിൽ ഒരു കാര്യവും ഇനി അറിയാനില്ല. അതായത് നവീൻ ബാബു കൈക്കൂലിക്കാരനാണെന്ന് ഈ തഹസിൽദാർ അങ്ങ് പറയുകയാണ്. ഒരു ജില്ലാ നേതാവിന് യാത്രയപ്പിൽ പങ്കെടുക്കാൻ പാടില്ല എന്നുണ്ടോ? അതായത് ദിവ്യ അവിടെ വന്നതിൽ തെറ്റില്ല എന്ന് പറയുകയാണ് ഇയാൾ. ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ എന്നാണ് ചോദിക്കുന്നത്. ദിവ്യ ഇനിയും പങ്കെടുക്കും. ആരാണ് ചോദിക്കാൻ? കോടതി ഞങ്ങൾക്ക് പുല്ലാണ് എന്നാണ് ഇയാൾ ഇട്ടിരിക്കുന്ന ഈ ഒരു പോസ്റ്റിൽ പറയുന്നത്. അതായത് കോടതിയെ പോലും വെല്ലുവിളിക്കാൻ ഒട്ടും മടിയില്ലാത്തൊരു ആളാണ് തഹസിൽദാർ പോസ്റ്റിൽ, ഡെപ്യൂട്ടി തഹസിൽദാറാണെന്ന് അറിയാൻ സാധിച്ചത്. ഈ തഹസിൽദാർ പോസ്റ്റിൽ ഇരുന്ന് നമ്മളെ ഇത്ര നാളും ഭരിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ വെള്ളരിക്ക പട്ടണമാണോ എന്ന് ഈ പവി ചോദിക്കുന്നുണ്ട്. തിരിച്ചും അതേ ചോദിക്കാനുള്ളൂ. ഇത്തരത്തിൽ സ്ത്രീകളെ അധിക്ഷേപിക്കാൻ, സ്ത്രീകളുടെ ചരിത്ര ശുദ്ധിയെ പരീക്ഷിക്കാൻ അല്ലെങ്കിൽ അതിൽ സർട്ടിഫിക്കറ്റ് നൽകാൻ തന്നെ ആരാണ് നിയമിച്ചത്? ഇത് എന്താ വെള്ളരിക്ക പട്ടണമാണോ എന്ന് തിരിച്ചു ചോദിക്കേണ്ടി വരും. എന്തായാലും ദിവ്യയെ സപ്പോർട്ട് ചെയ്ത നവീൻ ബാബുവിനെ ഇകഴ്ത്തി കാണിക്കുന്ന ഇയാളുടെ മനസ്സ് എത്രത്തോളം നികൃഷ്ടമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൽ രാഷ്ട്രീയ പോര് അല്ലെങ്കിൽ രാഷ്ട്രീയ ചായ്വ് കൊണ്ടാണോ ഇയാൾ ഇങ്ങനെ ചെയ്തതൊന്നും വ്യക്തമല്ല. കാരണം ഇയാൾ ഇടതുപക്ഷക്കാരനാണോ എന്ന് പറയാൻ നമുക്കിടയിൽ തെളിവുകളില്ല. പക്ഷേ ഇത്തരത്തിൽ നവീൻ ബാബുവിനെ പിന്തുണയ്ക്കാതെ ദിവ്യയെ പിന്തുണയ്ക്കുമ്പോൾ സ്വാഭാവികമായും ഇയാൾ സഖാവാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരാളാണ്, ഇടതുപക്ഷ അനുഭാവിയാണ് എന്ന് കരുതേണ്ടി വരും. എന്തായാലും രഞ്ജിതയെ ഇത്തരത്തിൽ അപമാനിച്ചതിൽ തനിക്ക് മാപ്പില്ല എന്ന് തുറന്നു പറയേണ്ടി വരും.